തൊട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളേഴ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്ന സെൻസേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും മികച്ച സെൻസർ ഏതാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതായത് മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസർ എന്ന് പറയുന്ന ശ്രേണിയിലുള്ള സെൻസറാണ് ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്യാൻ. ആ മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസറിൽ തന്നെ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ക്വാളിറ്റിയിലുള്ള ഹൈ ക്വാളിറ്റി ഹൈ ഗ്രേഡ് മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസറാണ് യുവാരിയോൺ എന്ന് പറയുന്ന കമ്പനി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സെൻസറാണിത്, മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസർ. എന്തുകൊണ്ടാണ് ഈ സെൻസറിന് മെയിൻ്റനൻസ് ഫ്രീ ആണ്, മാത്രമല്ല ലോങ് ലൈഫ് ആണെന്നൊക്കെ പറയുന്നത്? അത് വെറുതെ പറയുന്നതല്ല. ഈ സെൻസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നും കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. ഇപ്പം ഈ സെൻസറിൽ നമുക്ക് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് സ്റ്റെമ്മ്, ഈ സ്റ്റീൽ തണ്ടാണ് സ്റ്റെമ്മ്. ഇത് ഫ്ലോട്ട്. ഇത് വെള്ളം നിറയുമ്പോൾ, ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ ഇത് പൊന്തും, ടാങ്കിൽ വെള്ളം കുറയുമ്പോൾ ഇത് താഴും. അപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഒരു റീഡ് സ്വിച്ച് എന്ന് പറഞ്ഞ ഒരു സെൻസർ ഉണ്ട്. ആ റീഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ രണ്ട് ഫെറോ മാഗ്നറ്റിക് ബ്ലേഡ്സ് ഇങ്ങനെ ഇരിക്കേണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു ഫോട്ടോയിൽ കാണാൻ പറ്റും ആ റീഡ് സ്വിച്ച്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫെറോ മാഗ്നറ്റിക് ബ്ലേഡ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ പറയുന്ന ഈ ഫ്ലോട്ടിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ടായിരിക്കും. ഈ മാഗ്നറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ റീഡ് സ്വിച്ച് ഈ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ ഇപ്പം ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഫ്ലോട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ട് ആ റീഡ് സ്വിച്ചിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ ഫെറോ മാഗ്നറ്റ്സ് തമ്മിൽ കണക്ഷൻ വരും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ഫെറോ മാഗ്നറ്റ്സ് തമ്മിൽ കണക്ഷൻ വരുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ക്ലോസ് ആവുകയും ഇലക്ട്രിക്കൽ സർക്യൂട്ട് ക്ലോസ് ആയിരുന്ന ഒരു സിഗ്നൽ നമ്മുടെ ഈ സെൻസർ വയറാമ കൂടെ കൺട്രോളറിൽ എത്തുകയും ചെയ്യും. കൺട്രോളറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാണോ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ക്ലോസ് ആവുന്നത് അതിനനുസരിച്ച് മോട്ടോർ ഓൺ ആവുകയോ ഓഫ് ആവുകയോ ഒക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് ഈ ഫ്ലോട്ട് വന്നിട്ട് ഈ റീഡ് സ്വിച്ചിൻ്റെ അടുത്ത് എത്തുമ്പോൾ സർക്യൂട്ട് ക്ലോസ് ആവും. അത് കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങുമ്പോൾ സർക്യൂട്ട് ഓപ്പൺ ആവും. അപ്പോൾ അതിനനുസരിച്ച് കൺട്രോളർ മോട്ടറിന് ഓണും ഓഫും ആക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഫ്ലോട്ട് നല്ല കനമുള്ളത് കൊണ്ട് ഇതിപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഇതുമ്പോൾ പൂപ്പൽ പിടിക്കാനുള്ള ചാൻസ് ഈ സ്റ്റെമ്മ് മാത്രമാണ്. ഈ സ്റ്റെമ്മുമ്പോൾ പൂപ്പൽ പിടിച്ചാലും ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കണക്ഷൻ കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കണക്ഷൻ കൊടുക്കുന്നത് ഉള്ളിലിരിക്കുന്ന ഫെറോ മാഗ്നറ്റിക് ബ്ലേഡ്സ് ആണ്. അത് മാഗ്നറ്റിക് ഫീൽഡ് മുഖേനയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുമ്പോൾ പൂപ്പൽ പിടിച്ചാലും ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഈ ഫ്ലോട്ടിന് അത്യാവശ്യം കനമുള്ളത് കൊണ്ട് തന്നെ ഇത് മേലേക്ക് പോവുകയും അടിക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ഇതുമ്പോൾ പൂപ്പൽ പിടിച്ചാൽ അത് തടഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് അത്ര ക്വാളിറ്റി ഉള്ളതും കൂടുതൽ ലൈഫ് കിട്ടുന്നതും ആണ് എന്നാണ് നമ്മൾ ഒരു 4-5 വർഷത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ശേഷം ഒരുപാട് സെൻസേഴ്സ് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സെൻസറിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് ഒറ്റ ലെവൽ സെൻസർ അല്ല, ഇതിൽ 2 ലെവൽ സെൻസർ ഉണ്ട്. അതായത് ഒരെണ്ണം ഹൈ ലെവലും അതേപോലെ തന്നെ അതുമ്പോൾ തന്നെ ഒരു ലോ ലെവലും ഉണ്ട്. അപ്പോൾ ഹൈ ലെവൽ എപ്പോഴും നമ്മൾ ഓവർഫ്ലോന്റെ ലെവലിലും ലോ ലെവലിൽ നമ്മൾ 20%, 30%, 50%, അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.